രാമ 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 തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമാമുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്രേ മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം. ലോകേശൻ നിജസുതനായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനും തന്നെ പത്നിയായോ അഹല്യയോടും ചേർന്നു പർണശാലയിലത്രേ വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോ അഹല്യാരൂപം കണ്ടു നിശ്ചവർണനും കുസുമായുധ വശനായ ചെന്തുണ്ടീവായ് മലരും പന്തൊക്കും മുലകളും തന്തമേറിയിടും മുഴക്കാമ്പുമാസ്വതിപ്പതി എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമുഖൻ ചെന്താർ ബാണാട്ടിക്കൊണ്ടു സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്താരാധിച്ചു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിശ്വസ്തനായത്രയും വേദതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാനാകുന്നതെന്തിനും ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മാരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജനായ ഭവാനേതൊരു മഹാഭാവി. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ കൃഷ്ണ. ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണേ കൃഷ്ണ. ഇന്ദിരാനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെന്റെ മുൻപിൽ വിളങ്ങിടണേ. മഹനീയ ഗുണാവേ ചക്രവർത്തി സർവഭൗമായ മംഗളം മംഗളം സത്യപാലായ